Good morning, friends. Have a wonderful Friday. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യു ക്യാൻ വിൻ എന്നുള്ള ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ശിവകേരയുടെ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സ്റ്റെപ്സ് ഫോർ ബിൽഡിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമുക്കെല്ലാവർക്കും അറിയാം ആറ്റിറ്റ്യൂഡ് പോസിറ്റീവാണ് നെഗറ്റീവുമാണ്. പല ആളുകൾ ചോദിക്കും എങ്ങനെ എനിക്ക് പോസിറ്റീവ് ആവാം. അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ശിവകേര പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി ഇത് കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് ഈസ് ചേഞ്ച് ഫോക്കസ്, ലുക്ക് ഫോർ ദി പോസിറ്റീവ്. നമ്മുടെ ഫോക്കസ് മാറ്റുക, നെഗറ്റീവിലേക്ക് നോക്കാതെ പോസിറ്റീവിലേക്ക് നോക്കുക. നമ്പർ 2, മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. നാളെന്ന് വെക്കാതെ എനിത്തിങ് ഡു ഇറ്റ് നൗ. ആൻഡ് തേർഡ് വൺ ഈസ് ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ബി താങ്ക്ഫുൾ ടു എവരിബഡി. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഗെറ്റ് ഇൻ ടു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പുനരധിമാരിയുള്ള ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ പാർട്ടാവുക. ആൻഡ് ഫിഫ്ത്ത് വൺ വാട്ട് യു ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ ഈസ് ബിൽഡ് എ പോസിറ്റീവ് സെൽഫ് എസ്റ്റീം. എന്താണ് സെൽഫ് എസ്റ്റീം? സെൽഫ് എസ്റ്റീം എന്താണ്? അതെങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാം? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എനിക്ക് എന്നെപ്പറ്റി ഉള്ള എനിക്ക് എന്നെപ്പറ്റി തോന്നുന്ന കാര്യമാണ് സെൽഫ് എസ്റ്റീം. അപ്പോൾ എനിക്ക് എന്നെപ്പറ്റിയുള്ള വാട്ട് യു ഫീൽ ഗുഡ് അബൌട്ട് അവർ സെൽഫ്, അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ പറയില്ലേ, അയാൾക്ക് മറ്റേ കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. ചിലർക്ക് പറയും നമ്മൾ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആണ്. ചില ആളുകൾ നമ്മൾ കാണുമ്പോൾ പറയും സുപ്പീരിയറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ ഇൻഫീരിയറിറ്റി കോംപ്ലക്സും വേണ്ട, സുപ്പീരിയറിറ്റി കോംപ്ലക്സും വേണ്ട. നമ്മുടെ സെൽഫ് എസ്റ്റീം നോർമൽ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് ബാലൻസ്ഡ് ആയിരിക്കും. നമ്മുടെ സെൽഫ് എസ്റ്റീം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് നമ്മളെ പറ്റി നല്ല അഭിപ്രായമാണ്. യെസ്, ഐ എം എ ഗുഡ് പേഴ്സൺ, ഐ എം ഡൂയിങ് ഓൾ ദ തിങ്സ് ആർ റൈറ്റ്, ഐ എം പോസിറ്റീവ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ ഓഫീസിലും എല്ലാം കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇത് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പോസിറ്റീവ് സെൽഫ് എസ്റ്റീം ഉണ്ടാവണേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോസിറ്റീവ് സെൽഫ് എസ്റ്റീം കൂട്ടാനായിട്ട്, ഇപ്പോൾ ചിലർ എന്നോട് ചോദിക്കും, സാർ എനിക്ക് എൻ്റെ സെൽഫ് എസ്റ്റീം കൂട്ടിയാൽ കൊള്ളാം, എന്ത് ചെയ്യണം? സെൽഫ് എസ്റ്റീം കൂട്ടാനായിട്ട് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട്സ് ഹെൽപ്പിംഗ് പീപ്പിൾ. ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകളെ സഹായിക്കുക. നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഇമേജ് കൂടും. ഒരാൾക്ക് ദാനം കൊടുക്കുക, ഒരാളെ നമ്മൾ ഒരു പ്രായമുള്ള ആളെ റോഡ് കടത്തി വിടുക, പ്രായമുള്ള ആളുകൾ വീട്ടിൽ കിടക്കുന്ന ആളുകളെ പോയി കണ്ട് സംസാരിക്കുക. എൻ്റെ അമ്മയും അച്ഛനൊക്കെ കിടക്കുന്ന സമയത്ത് അവരെ ഓരോരുത്തരും ഒന്ന് കാണുമ്പോൾ അവരുടെ ഹാപ്പിനെസ് ഭയങ്കരമാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവർക്ക് ഫോൺ ചെയ്ത് കൊടുക്കും. ചേച്ചിമാരെയും അമ്മായിമാരെയും ഒക്കെ ഫോൺ ചെയ്ത് അമ്മയുടെ കൊടുക്കും. ദ ഹാപ്പിനെസ് ദേ ഫീൽ. അല്ല, അച്ഛൻ്റെ കൊടുക്കും. അതെ അച്ഛൻ്റെ മരുമോളായിട്ട് സംസാരിച്ചോളും. ഇപ്പോൾ ഞാൻ ചിറ്റപ്പനെ വിളിക്കാറുണ്ട്. ചിറ്റപ്പൻ ട്രിവാൻഡ്രത്ത് അരുവിക്കരയിലാണ്. ഈസ് 80+. അപ്പോൾ ഇടയ്ക്കൊന്ന് വിളിച്ച് വിശേഷമൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ ദേ ബിക്കം വെരി ഹാപ്പി. ഇടയ്ക്ക് ചെറിയമ്മമാരെ വിളിക്കാറുണ്ട്. നമ്മൾ പ്രായമുള്ള ആളുകളെ പണ്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ചെറിയമ്മയോട് താമസിക്കുന്ന ചെറിയമ്മയുടെ കൂടെ പോയി കുറച്ച് നേരം ഇരിക്കും. ഹാഫ് ആൻ അവർ ടു 1 hour അവിടെ സ്പെൻഡ് ചെയ്യും വർത്തമാനം പറഞ്ഞ്. സോ നമ്മൾ കൊച്ചു ഉപകാരങ്ങൾ ആളുകൾക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എസ് റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. ശിവകേര എന്നൊരു കഥ പറയുന്നുണ്ട്. ശിവകേര ജയിലിൽ ക്ലാസ് എടുക്കാറുണ്ട്. ജയിലിൽ ക്ലാസ് എടുത്ത് വരുമ്പോൾ ഒരു ജയിലിലെ പൈസ ഒന്നും കിട്ടില്ല. പക്ഷെ ജയിലിലെ ഇൻമേറ്റ് ചോദിക്കും, സാറിന് ഇതുകൊണ്ട് എന്താ ഗുണം? അപ്പോൾ അങ്ങേര് പറയും, നിങ്ങളിൽ ആർക്കെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ദാറ്റ് ഗീവ്സ് മീ പ്ലഷർ എന്ന് പറയും. അതേമാതിരി തന്നെ നമ്മൾ പല ആളുകളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കാലത്ത് വി ആർ ഗിവിങ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ടു പുവർ പേഷ്യൻസ് അറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. വി ആർ ഫീലിംഗ് വെരി ഹാപ്പി. ഞാൻ എല്ലാ ദിവസവും ഒരു ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവരുന്ന ആളുകൾ ഇത് കഴിയുമ്പോൾ പറയുന്ന ഫീഡ്ബാക്ക് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എവറിബഡി ഫീൽ സോ ഹാപ്പി ആഫ്റ്റർ ഗിവിങ് ഫുഡ് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ഫുഡ് കൊടുക്കുന്നതിനിടയ്ക്ക് തമാശ ഉണ്ടായി. ഇന്ന് ഉക്രൈൻ എന്ന സ്ഥലത്തുള്ള ഒരാൾ ട്രെയിനിൽ വന്നത് ആക്സിഡൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ലേഡി കെയിം, ഐ തിങ്ക് ദേ ആർ ഫ്രം ആർമി ഓർ സംതിങ് ലൈക്ക്. That lady came and she was asking for tea.
ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇഡ്ലി ഈസ് അവൈലബിൾ, ഐ കോണ്ട് ഹാവ് ഇഡ്ലി ആൻഡ് അവർ സാമ്പാർ കൊടുത്തു. അപ്പോൾ അവരോട് ചോദിച്ചു ഷാൽ ഐ ടേക്ക് ദിസ് പ്ലേറ്റ് ടു മൈ റൂം? ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ് ആൻഡ് റിട്ടേൺ ടു മീ. സോ ദേ ആർ വെരി ഹാപ്പി. സോ ഇത് ആരെ ഹെൽപ്പ് ചെയ്താലും we should feel happy and our self-esteem will go up. And step number 6 is stay away from negative influences. നെഗറ്റീവ് ഇൻഫ്ലുവൻസിന് മാറിയേക്കാം. എന്ന് വെച്ചാൽ there are people who are very negative. ആ നെഗറ്റീവ് ആളുകളാണെങ്കിൽ എപ്പോഴും ആളുകളുടെ കുശുമ്പ്, നുണ, കുറ്റം ഇങ്ങനെ പറയുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. അവരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ സ്വഭാവമായി മാറും. പണ്ട് നമ്മൾ അച്ഛനും അമ്മയൊക്കെ പറയും, നമ്മളൊരു ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ അയാളുടെ സുഹൃത്തുക്കളെ സ്റ്റഡി ചെയ്താൽ മതി. കള്ളുകുടിയന്മാരുടെ കൂടെ കഴിയണവന്മാർ കള്ളുകുടിയന്മാരായിരിക്കും, അമ്പലത്തിൽ പോകുന്നവരുടെ കൂടെ കൂടുന്നവർ അമ്പലത്തിൽ പോകുന്നവരായിരിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ അസോസിയേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് ഓർമ്മയുണ്ടല്ലോ, ഒരു കൊച്ചു കഥ പറയാറുണ്ട്. ഒരു ഈഗിളിൻ്റെ കുട്ടി അറിയാതെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ വളർന്നുപോയി. അങ്ങനെ വളർന്ന് അതിങ്ങനെ കോഴി ഈ ഈഗിളിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. കുറേ നാട് കഴിഞ്ഞപ്പോൾ ഇതൊരു ഈഗിളിന് മുകളിലേക്കൊക്കെ ഒരു ഈഗിളിനെ കണ്ടു. അത് നോക്കിയപ്പോൾ അതിൻ്റെ അതേ ഷേപ്പായിട്ട് എനിക്ക് തോന്നി. ദെൻ ഈ സ്റ്റാർട്ടഡ് ഫ്ലൈ. ദെൻ ഈ കോഴിയുടെ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു, എടാ നീ ഞങ്ങളുടെ അടുത്ത് പെട്ടുപോയതാ, നീ അത് പേടിക്കണ്ട, യു ആർ എൻ ഈഗിൾ, യു ക്യാൻ ഫ്ലൈ ലൈക്ക് ദാറ്റ്. പറഞ്ഞപ്പോൾ ഈഗിൾ അങ്ങ് പറന്നുപോയി. എന്ന് വെച്ചാൽ നമ്മൾ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു ആ സ്വഭാവം നമുക്കുണ്ടാവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ അസോസിയേഷൻ. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് സ്മോക്കിംഗ്, ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. നമ്മൾ സ്മോക്ക് നിങ്ങൾ കുട്ടികളാണെങ്കിൽ ഡു നോട്ട് സ്റ്റാർട്ട് സ്മോക്കിംഗ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ. അത് നമ്മൾ തുടങ്ങാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നിർത്താൻ വളരെ വിഷമമാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് നൗ, ഡു സ്റ്റോപ്പ് ഇറ്റ് നൗ. അതായത് നമ്മൾ നിർത്തിട്ട് ആ ടൈം നിങ്ങൾക്ക് അങ്ങനെ അത്രയും ക്രേവിങ് വരുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യാം, കുറച്ച് നെല്ലിക്കയും ഇഞ്ചിയും അരച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് യു ക്യാൻ ഹാവ് എ ഡ്രിങ്ക്. ഒരു വലിയ ഗ്ലാസ് കുടിച്ച് നോക്കി, നമ്മുടെ ക്രേവിങ് വിൽ ഗോ. സോ വി ഹാവ് ടു ഫൈൻഡ് സം ടെക്നിക് ടു സീ ദാറ്റ് വി ആർ നമുക്ക് നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് നമ്മളിൽ നിന്ന് പോകാൻ വേണ്ടി വി ഹാവ് ടു ബി വെരി കെയർഫുൾ ആൻഡ് വി ഹാവ് ടു ഡു സം ടെക്നിക്സ്. പിന്നെയുള്ളൊരു ബാഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെയുള്ള വീഡിയോസ് കാണാം. നമ്മൾ വീഡിയോസ് വരുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻസാണ് ടി വി ആൻഡ് ഓൺ. അതിൽ നല്ല ഇഷ്ടംമാതിരി കാര്യങ്ങളുണ്ട് യൂട്യൂബിലെല്ലാം. അപ്പം നല്ല വീഡിയോസ് കാണാനുള്ള ഒരു നേച്ചർ വരിക, ആവശ്യമില്ലാത്ത കാണാൻ നോക്കുക. അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു നേച്ചർ ഉണ്ടാക്കുക. ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പെൻ ഡ്രൈവിൽ ഞാൻ കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻസ് നല്ല സ്പീച്ചസ്. അപ്പോൾ അത് ഞാൻ കിടക്കാൻ നേരത്തും കാലത്ത് എഴുന്നേറ്റ് ഉടനെ അത് ഓൺ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് റിങ്സ് തരും. അപ്പോൾ എൻ്റെ ചെവികളുണ്ട് ഫ്രീ ആണല്ലോ. ഞാൻ പണിയെടുക്കുമ്പോഴും, ഞാൻ അടുക്കളയിൽ വർക്ക് ചെയ്യുമ്പോഴും, ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴും, ഞാൻ വീട് ക്ലീൻ ചെയ്യുമ്പോഴും എൻ്റെ ചെവി ഫ്രീ ആണ്. സോ ഐ ഹിയർ പോസിറ്റീവ് തിങ്സ്. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയും ഫാദറും മദറും ഉള്ളപ്പോഴും അവർ കിടക്കുമ്പോഴൊക്കെ ഞാൻ ഭഗവത്ഗീത വെച്ച് കൊടുക്കുമായിരുന്നു. സോ ദേ യൂസ് ടു ബി വെരി ഹാപ്പി. ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഇന്ന് പറയാം. അതായത് ലേൺ ടു ലൈക്ക് ദ തിങ്സ് ദാറ്റ് നീഡ് ടു ബി ഡൺ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ലൈക്ക് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി സ്പീച്ചസ് കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ പെൻഡ്രൈവിൽ കയറ്റി അത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി വി വിൽ കേൾക്കും. ഇപ്പോൾ ഞാൻ ഹെൽത്തിനെ കുറിച്ചുള്ള, അതായത് പ്രൊആക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചുള്ള സ്പീച്ചസ് കേട്ടുകൊണ്ടിരിക്കുക. അത് കുറേ സ്പീച്ചസ് നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുത്ത് സേവ് ചെയ്ത് അത് പെൻഡ്രൈവിൽ കുത്തിയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ നോക്കിയാലും ഇത് കേട്ടുകൊണ്ടിരിക്കുക. നാച്ചുറലി ഐ വിൽ ബി ഫീലിംഗ് ടു ഇമ്പ്രൂവ് മൈ ഹെൽത്ത്. നാച്ചുറലി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പോസിറ്റീവ്. നമ്മുടെ ദിവസം തുടങ്ങുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അതിന് ഏറ്റവും പറ്റിയ പുനർജനിയുമായിട്ടുള്ളൊരു പ്രോഗ്രാം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ആ പ്രോഗ്രാമിൻ്റെ ലിങ്കിൽ കാലത്ത് 5:50 ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക. നമ്മുടെ ബേസിക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 5:50 ആകുമ്പോഴേക്കും ബി റെഡി ടു ജോയിൻ ദി പുനർജനി. അത് ഇറ്റ്സ് എൻ എക്സസൈസ് കം മെൻ്റൽ ആൻഡ് ഹെൽത്ത് ടിപ്സ് ഉണ്ടാവും. ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഗ്രാം. അതൊരു ശീലമാക്കുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പോസിറ്റീവ്. Have a wonderful Friday. Thank you very much. See you tomorrow.